ആ പ്ലുങ്ങൻ കൂടെയുണ്ടെങ്കിൽ ആദ്യം അവനെ അവിടുന്ന് മാറ്റണം. അല്ലെങ്കിലേ അവനെയും കൊന്നു തിന്നാലോ. അയ്യയ്യയ്യയ്യയ്യയ്യയ്യേ, അതിലും നല്ലത് പട്ടിണി കിടക്കുന്നതാ. നിന്നെ ആ ചുടായിപ്പൻ ശശിയാക്കിയെന്ന് കേട്ടല്ലോ, എന്താ സംഭവം? ഞാൻ മമ്മൂട്ടിയെ പോലെയുണ്ടെന്ന് പറഞ്ഞ് ആ ഉടായിപ്പൻ എന്നെ പറ്റിക്കുകയായിരുന്നു. ഇതാ പറയുന്നേ, കുറച്ചൊക്കെ സ്വയബോധം വേണമെന്ന്. ജൂനിയർ മമ്മൂട്ടി എന്ന് വിളി കേൾക്കാൻ ഈ കാട്ടിൽ ഒരു മൃഗത്തിനേ അവകാശമുള്ളൂ. അതൊരിക്കലും നീയല്ല. പിന്നെ ആരാ? വേറെ ആര്? ഞാൻ തന്നെ. നിനക്ക് നല്ല സ്വയബോധമുണ്ടെന്ന് മനസ്സിലായി. രണ്ടുപേരും കാര്യമായ എന്തോ സംസാരത്തിലാണെന്ന് തോന്നുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഒറ്റയ്ക്ക് പോയി ആ പ്ലുങ്ങനെ അവിടുന്ന് മാറ്റിയിട്ടു വരാം. എന്നിട്ട് നീ വന്നാ മതി. പിന്നെ ലെഗ് പീസ് എനിക്ക് തന്നെ തരണം. അവസാനം വാക്കുമാറ്റിയാലുണ്ടല്ലോ. ആദ്യം മാനിനെ കിട്ടട്ടെ. ബ്ലാഡി ഫോൾ. ഇതാരൊക്കെയാ? കാട്ടിലെ മണ്ടന്മാർ രണ്ടുപേരും ഉണ്ടല്ലോ. ഇപ്പോഴാണ് എണ്ണം കറക്റ്റായത്. മനസ്സിലായില്ല. താനും കൂടി വന്നപ്പോ 3 മണ്ടന്മാരായല്ലോ. ബൈ ദ ബൈ, പ്ലുങ്ങനെ ആ ജിമ്മു അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അവൻ പുന്നല്ലിപ്പാലത്തിനടുത്തുണ്ട്. നീ വേഗം പോ. എന്താടോ ഇങ്ങനെ നോക്കുന്നത്? ജിമ്മു അങ്ങ് പുന്നെല്ലിപ്പാടത്തിലാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ. പ്ലുങ്ങ, നീ വേഗം പോ. അപ്പോ ഈ ഇരിക്കുന്നതാരാ? എന്താ? ഇവൻ എന്തോ ഉടായിപ്പും കൊണ്ട് വന്നതാ. എന്താടാ നിന്റെ ഉദ്ദേശം? പ്ലുങ്ങനെ പറഞ്ഞേച്ചിട്ട് ഈ പാവം മാനിനെ കൊന്നു തിന്നാനല്ലേ നിന്റെ പരിപാടി? ഞാനാ ടൈപ്പല്ലല്ലോ. പിന്നെ എന്തിനാ കള്ളം പറഞ്ഞത്? മര്യാദയ്ക്ക് പറഞ്ഞോ. അത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് അറിയാതെ കുറച്ചങ്ങ് ഉറങ്ങിപ്പോയി. നീ പ്ലുങ്ങനെ വിളിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാ. ഇത് നീ വല്ല LKG പിള്ളേരോടും പോയി പറയും, അവര് ചിലപ്പം വിശ്വസിക്കും. എന്താ ഇവിടെ ഒരു പ്രശ്നം? പണി വാളി. ആ ചിരമ്പൻ ആന വന്ന സ്ഥിതിക്ക് സിംഹത്തിന്റെ കാര്യം പോക്കാം. എന്തായാലും ആ പ്ലുങ്ങൻ അവിടെ ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാനും കൂടെ പോണ്ടതാ. അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ആ പുള്ളിപ്പുലി കൂടി ഉണ്ടായിരുന്നു എന്റെ കൂടെ. അവനെയും കൂടെ കെട്ടിയിട്, എങ്കിലൊരു കമ്പനി ആയനെ.